ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ലെവലിലുള്ള ഒരു ലെസനാണ്. ആം എന്ന വെർബിൻ്റെ ഒപ്പം പ്രെപ്പോസിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പറയും എന്ന്. ആം വിത്ത് പ്രെപ്പോസിഷൻസ്. ഐ ആം അറ്റ് ഹോം. ഞാൻ വീട്ടിലാണ്. ഐ ആം ഓൺ 3rd ഫ്ലോർ. ഞാൻ 3rd ഫ്ലോറിലാണ്. ഐ ആം ഇൻ ഇന്ത്യ. ഞാൻ ഇന്ത്യയിലാണ്. ഐ ആം അറ്റ് ദി ഓഡിറ്റോറിയം. ഞാൻ ഓഡിറ്റോറിയത്തിൽ ആണ്. ഐ ആം ഇൻ ദ മീറ്റിംഗ്. ഞാൻ മീറ്റിങ്ങിലാണ്. ഐ ആം വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. ഈ സെൻറ്റൻസുകളെല്ലാം നോക്കൂ. എല്ലാ സെൻറ്റൻസിലും സബ്ജക്റ്റ് ഐ ആണ്. പിന്നെ ആം എന്നതാണ് വെർബ്. ഫസ്റ്റ് സെൻറ്റൻസിൽ പ്രെപ്പോസിഷൻ അറ്റ് എന്നാണ്. മറ്റുള്ള സെൻറ്റൻസുകളിലെല്ലാം പ്രെപ്പോസിഷൻസ് ഓൺ, ഇൻ, അറ്റ്, വിത്ത് എന്നൊക്കെയാണ്. ഫസ്റ്റ് സെൻറ്റൻസിൽ അറ്റ് എന്ന പ്രെപ്പോസിഷൻ കഴിഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നൗൺ ആണ്. ആ പ്രെപ്പോസിഷനും ആ നൗണും കൂടി ചേർത്ത് നമുക്ക് പ്രെപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയാം. പ്രെപ്പോസിഷണൽ ഫ്രേസ്. അപ്പോൾ ഓൺ 3rd ഫ്ലോർ, ഇൻ ഇന്ത്യ, അറ്റ് ദി ഓഡിറ്റോറിയം, ഇൻ ദി മീറ്റിംഗ്, വിത്ത് മൈ ഫ്രണ്ട്സ്, ഇതെല്ലാം പ്രെപ്പോസിഷണൽ ഫ്രേസസ് ആണ്. അപ്പോൾ ഇതുപോലെ പ്രെപ്പോസിഷണൽ ഫ്രേസസ് മാറി മാറി ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സെൻറ്റൻസസ് ഉണ്ടാക്കാം. ആദ്യം സബ്ജക്റ്റ് പ്ലസ് ആം, അത് കഴിഞ്ഞ് ഒരു പ്രെപ്പോസിഷണൽ ഫ്രേസ്. ഇനി ഈ സെൻറ്റൻസസിൻ്റെ വേരിയേഷൻസും ആവാം. അതെങ്ങനെയാണെന്ന് നോക്കൂ. ഐ ആം അറ്റ് ഹോം എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിലാണ്. അത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഐ ആം നോട്ട് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലല്ല എന്നായി. ഇനി ഒരു ക്വസ്റ്റ്യൻ ഫോമായിട്ട് മാറ്റണമെങ്കിലോ, ആം ഐ അറ്റ് ഹോം, ഞാൻ വീട്ടിലാണോ? ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അതും ആകാം. ആം ഐ നോട്ട് അറ്റ് ഹോം, ആം ഐ നോട്ട് അറ്റ് ഹോം, ഞാൻ വീട്ടിലല്ലേ? എല്ലാ സെൻറ്റൻസസും ഇതുപോലെ വേരിയേഷൻസ് പറയാം. ഐ ആം ഓൺ 3rd ഫ്ലോർ, ഞാൻ 3rd ഫ്ലോറിൽ ആണ്. ഐ ആം നോട്ട് ഓൺ 3rd ഫ്ലോർ, ഞാൻ 3rd ഫ്ലോറിൽ അല്ല. ആം ഐ ഓൺ 3rd ഫ്ലോർ, ഞാൻ 3rd ഫ്ലോറിൽ ആണോ? ആം ഐ നോട്ട് ഓൺ 3rd ഫ്ലോർ, ഞാൻ 3rd ഫ്ലോറിലല്ലേ? ഐ ആം ഇൻ ഇന്ത്യ, ഞാൻ ഇന്ത്യയിലാണ്. ഐ ആം നോട്ട് ഇൻ ഇന്ത്യ, ഞാൻ ഇന്ത്യയിൽ അല്ല. ആം ഐ ഇൻ ഇന്ത്യ, ഞാൻ ഇന്ത്യയിലാണോ? ആം ഐ നോട്ട് ഇൻ ഇന്ത്യ, ഞാൻ ഇന്ത്യയിലല്ലേ? അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് കൂടുതൽ ഉണ്ടാക്കുക, അതിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഉണ്ടാക്കുക, അത് പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക.